ഹായ് ഡിയേഴ്സ്, ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയാണ്. നിങ്ങൾക്ക് അവിടെ മഴയാണോ? ഇങ്ങനെയാണ്. ഇത് ഓണം അടുക്കും തോറും മഴ കൂടിക്കൊണ്ടേ വരുവാണ്. അപ്പം എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. മഴ ഇങ്ങനെ പെയ്യുന്നതാകുന്നുണ്ട്. ഓണമൊക്കെ ആകുമ്പോൾ ഒത്തിരി സെയിൽ നടക്കുന്ന സമയമാണ് എല്ലാവർക്കും. നമുക്കല്ല, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്ന സമയമാണ്. അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഫുട്പാത്തിലൊക്കെ സെയിൽ ചെയ്യുന്നവർക്കും എല്ലാവർക്കും. അപ്പം നമുക്കിവിടെ രാവിലെ തൊട്ടേ മഴയാണ്. ഇപ്പം 5:45 ഞാൻ മുകളിൽ കയറി വന്നത്. അപ്പോൾ എൻ്റെ ചെണ്ടുമല്ലിയെല്ലാം ചരിഞ്ഞ് വീണുപോയി. അങ്ങനെ ഒക്കെയാണ് നിൽക്കുന്നത്. എനിക്ക് ആദ്യം മുതലേ അത്ത ഇടാൻ പറ്റിയില്ല. ഇനി ലാസ്റ്റ് ദിവസം ഒരു ദിവസമെങ്കിലും എനിക്ക് വെറുതെ എൻ്റെ പൂക്കൾ വെച്ച് ഒരു അത്ത ഇടണമെന്നുണ്ട്. പക്ഷേ ഒത്തിരി പൂക്കളുണ്ട്. മഞ്ഞയാണ് കൂടുതലും. ഇത് ഈ ഓറഞ്ച് കളറ് 1, 2, 4, 5 ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കണ്ട എന്ത് ഭംഗിയല്ലേ. എനിക്ക് അത്ത വെട്ടില്ലെങ്കിലും എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചത്. ഇതാ ഇവിടെയും ഞാനിത് കട്ട് ചെയ്തൊക്കെ വെച്ചതാണ്. ഇതിൽ നിന്നാണ് ഒരെണ്ണം ഒടിഞ്ഞു പോയി. അത് ഒത്തിരി അങ്ങ് വെയിറ്റും കൂടിപ്പോയി. കവറിലല്ലേ വെച്ചത്, കവറും കൂടെ ആയതുകൊണ്ടാണ് ആ ഒരു അവസ്ഥ വന്നത്. കണ്ട ഒത്തിരി ഇതായിപ്പോയി. ഒത്തിരി ഇതൊക്കെ ഒടിഞ്ഞും പോയി. ഇതാ വലിയ പൂവാണ്, അതുകൊണ്ടാണ് അതങ്ങ് ഒടിഞ്ഞു പോവാനും കാരണമായത്. പിന്നെ കവറും എല്ലാം ഉണ്ട്. ആ പ്രശ്നം കൊണ്ടാണ്. ഇവിടെയൊക്കെ നിറയെ ഉണ്ട്. ഒത്തിരി എല്ലാം കവറിലാണ്. അതാണ് എനിക്ക് കുറച്ചൊക്കെ ഞാൻ പോട്ടുകൾ വാങ്ങി പിന്നീട് ഞാൻ വച്ചു. പക്ഷേ ഇന്ന് പോയി വാങ്ങണമെന്ന് വിചാരിച്ച സമയത്ത് പിന്നെ എനിക്ക് വാങ്ങാൻ പറ്റില്ല. പിന്നെ പിങ്കിക്കുട്ടിക്കും സുഖമില്ലല്ലോ. അപ്പോൾ അവളെയും കളഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് കൂടുതലായിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് മഴയില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി പോട്ട് വാങ്ങുമായിരുന്നു. നാളെ പിന്നെ ഒരാൾ ഇവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നുള്ള അറിയില്ല. പോട്ട് വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇതുപോലെ അങ്ങ് നിൽക്കും. കവറാകുമ്പം ബുദ്ധിമുട്ട്, അതങ്ങ് മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ട നമ്മുടെ ക്രിസ്റ്റൽ വൈറ്റാണ്. ഇതുവരെ എനിക്ക് ഒരു ട്യൂബർ പോലും സെയിൽ ചെയ്യാൻ കിട്ടാതെ വീണ്ടും 3 ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ വീട്ടിൽ അനങ്ങാത്ത കണ്ട, പേടിയില്ല, ഒന്നുമില്ല. ഇത് നമ്മുടെ കുടമുല്ലയാണ്. ഫ്ലവർ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതാ ഇവിടെ എല്ലാം വന്നിട്ടൊക്കെ അങ്ങ് പോയി. ഇതാ അടുത്ത ഒരു ബഡ് കാണാമോ? ഇവിടെ അടുത്തൊരു ബഡുണ്ട്. ഇതാ ഇവിടെ ഒരു ബഡ്, ഇവിടെ ഒരു ബഡ്. കുടമുല്ല തന്നെ കേട്ടോ. അതാ ഇവിടെ ഒരു ബഡ്. അങ്ങനെ 6-7 ബഡുണ്ട്. ഈ വീട്ടിലാണെന്ന് തോന്നുന്നു വന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നമ്മുടെ ഓട്ടം പ്രിൻസാണ്, അവിടെ നിൽക്കുന്നില്ലേ അത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നടക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. നടന്നാൽ ഉടനെ തന്നെ അതങ്ങ് അവിടം വെച്ച് ഒടിഞ്ഞു. കണ്ടോ, അത് ഓറഞ്ചാണ്. ഓറഞ്ച് കുറച്ചേ ഉള്ളൂ, എന്നാലും ചെറിയ പൂവാണ്. മഞ്ഞ നല്ല വലിയ പൂവാണ്. കണ്ട അവിടെ നിൽക്കുന്ന കണ്ട, ദൂരെ വെച്ചാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുന്നുണ്ട് ടാങ്കിൻ്റെ അടുത്ത്. ഇഷ്ടം പോലെ പൂവാണ് ആ ഒരു തൈയിൽ തന്നെ. ഇതിലൊക്കെ പിന്നെ ചിലതിലൊക്കെ പുഴു ഇടയ്ക്ക് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കി, എന്നാലും ഉണ്ട്. കണ്ട ഇതിൻ്റെ ലീഫുകൾ കണ്ട തിന്ന് വെച്ചേക്കുന്നത്. ഇപ്പം നമുക്ക് ഒരുപാടൊന്നും നോക്കാനായിട്ട് സമയം കിട്ടത്തില്ല. ഇതാ ഇവിടെ ഒരു പുഴു ഇരിക്കുന്നത് കണ്ട. ഇതിങ്ങനെ തിന്നുന്നതാണ്. ലീഫ് തിന്നാലും പ്രശ്നമില്ല. പിന്നെ അതങ്ങ് പൂവിലേക്ക് കയറി അങ്ങ് അകത്ത് നടുക്ക് അങ്ങ് കയറി കണ്ട. ഇതിലിരുന്ന് തിന്ന് നശിപ്പിച്ചതാണ് കണ്ട. അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. എല്ലാം എപ്പോഴും നമുക്കെല്ലാം നോക്കി ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാലും ഞാൻ കുറേയൊക്കെ നോക്കാറുണ്ട്. ഇതിലായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഞാൻ നോക്കി, രാവിലെ നോക്കണമെന്ന് വിചാരിച്ചിട്ട് അത് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ കയറി വന്നപ്പോഴാണ് ഇതുപോലെയൊക്കെ നിൽക്കുന്നത് കണ്ടത്. ഇതാണ് ഫസ്റ്റ് ഫ്ലവർ കേട്ടോ. എനിക്ക് ചെണ്ടുമല്ലിയിൽ ആദ്യം വിരിഞ്ഞ ഫ്ലവർ ഇതാണ്. അതിൻ്റെ കളറും വ്യത്യാസം കണ്ട. ഇത് നല്ല ഡാർക്ക് കളറ്. ഇതാണ് ഫസ്റ്റ് ഫ്ലവർ എനിക്ക് വിരിഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഇത് ഓറഞ്ചാണ് കേട്ടോ. അവിടെ നിൽക്കുന്നു, ആ മൂലയിൽ നിൽക്കുന്നു. അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മുടെ ഷീറ്റൊക്കെ പോയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നടക്കാൻ. എന്നാലും കുഴപ്പമില്ല. ഇനി ബ്ലീച്ചിങ് പൗഡർ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങ് ഇടണം. ഇതാ കണ്ട, ഇത് ഇവിടെ അങ്ങനെ കുറേ എല്ലാത്തിലും ബഡ്ഡുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ. ഋഷിയാണ് കേട്ടോ. ഋഷി പോയി എന്ന് വിചാരിച്ചതാണ്. ഞാനൊരു റണ്ണർ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ബഡ് വന്നിട്ടുണ്ട് ഋഷിയിൽ. പിന്നെ അത് ഇതിലേക്ക് അങ്ങനെ കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇതും പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ. അതൊരു ബഡ് വന്നിട്ടുണ്ട്.
ബ്ലൂ മൂൺ എന്നുള്ള വെറൈറ്റിയാണ് ബ്ലൂ മൂൺ. അതിൽ നിറയെ ഒച്ച് കണ്ട, ഇതാണ് ശല്യം. ഇപ്പോൾ നിറയെ ഒച്ചാണ്. ഒച്ചിനെ അങ്ങ് എടുത്ത് കൊന്നു കളയും. നമ്മളെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും അത് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് തന്നെ വന്നോളും. കണ്ട, എല്ലാ ലീഫുകളും കുറേയൊക്കെ അങ്ങ് എടുത്ത് കളയും കേട്ടോ. കാണുമ്പോഴേ എന്തോ പോലെ തോന്നും. ആകെ 2 ലീഫും ഉണ്ട്, അതിലെല്ലാം ഇങ്ങനെ വന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചെണ്ടുമല്ലിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് കൈ അങ്ങോട്ട് പോകുമ്പോൾ ഇതങ്ങ് ഒടിഞ്ഞു പോകും. ഇത് ചരിഞ്ഞു. അപ്പോൾ അതും പുതിയ. അപ്പോൾ എല്ലാത്തിലും ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ഇത്രയും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതാണ്, ഒട്ടും കയറാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. അവിടെ നിൽക്കുന്നത് ഹരിതയാണ്. ഹരിതയിലും 3 ബഡ് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഇത്രയും തന്നെയാണ്. ഇന്നൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പം തന്നെയാണ് ഇച്ചിരി മഴ ഒന്ന് തോർന്നത് സന്ധ്യ ആയപ്പോൾ. ഇപ്പോൾ കയറി വന്ന് ഒരു വീഡിയോ എടുത്ത് 2-3 ഫ്ലവർ പിക്കൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. ഇത് ബട്ടർ മിൽക്കാണ് കേട്ടോ. ബട്ടർ മിൽക്ക് വേറൊരു ടബിൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഇതാണ്. ഇപ്പോഴാണ് ഇതിൽ ബഡ് വന്നത്. ഒരു ബഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ വന്ന് തിന്ന്. ഇത് തന്നെ ആമ്പലും കൂടെ നിൽക്കുന്നത് കൊണ്ടേ അങ്ങനെയും വരുന്നുണ്ട്. ആമ്പലിൽ കൂടെയും ഇഷ്ടം പോലെയാണ്. കുറേയൊക്കെ എടുത്തൊക്കെ ഞാൻ കൊന്നു കളയും. ഇതുപോലെ ലീഫ് മൊത്തം അങ്ങ് ഇതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എടുത്താൽ ഇഷ്ടം പോലെ പറയാനുണ്ട്, ഒത്തിരി ലെങ്ത് ആക്കുന്നില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.